7 സഹോദരി സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ മേഘാലയയിലേക്കാണ് ഈ യാത്ര. യാത്രയുടെ ആദ്യഘട്ടത്തിൽ വീട്ടിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റിലൂടെയാണ് ഞങ്ങൾ ആസാമിലെ ഗുവാഹത്തിയിലേക്ക് പോകുന്നത്. മേഘങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന മേഘാലയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പാർന്ന മലനിരകളും പ്രകൃതിദത്ത അത്ഭുതങ്ങളും കൊണ്ട് പ്രശസ്തമാണ്. കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ 7 ദിവസത്തെ യാത്രയിൽ മേഘാലയയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, റോഡ് ട്രിപ്പ് അനുഭവങ്ങൾ, യാത്രാ ചെലവുകൾ, താമസ സൗകര്യങ്ങൾ കൂടാതെ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന വിവരങ്ങൾ എല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. ഗുവാഹട്ടിയിൽ നിന്നും ബൈക്ക് റെന്റിനെടുത്ത് ഏകദേശം 850 കിലോമീറ്ററോളം സഞ്ചരിച്ച് മേഘാലയ കവർ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഇവരുടെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. റെഡി? ഓൾ സെറ്റ്? ഓൾ സെറ്റ്? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബൈക്കാണ്, കണ്ടോളൂ. അപ്പോൾ ഓക്കെ, എടി തള്ളിത്തരണേ. അമ്മേ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, കയറിക്കോ. മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രവേശന കവാടമായ ആസാമിലെ ഗുവാഹത്തിയിൽ നിന്നാണ്. ഗേറ്റ് വേ ടു ദ നോർത്ത് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ നഗരം ബ്രഹ്മപുത്ര നദിയുടെ കരയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസിറ്റ് ഹബ്ബാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകൾ കൂടുതലും ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഗുവാഹത്തി എയർപോർട്ടിൽ നമ്മൾ കണ്ട വെൽക്കം ടു ദ ഗേറ്റ് വേ സിറ്റി ഓഫ് നോർത്ത് ഈസ്റ്റ് എന്ന ബോർഡ് തന്നെ ഈ മേഖലയിലെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആസാം എന്നത് ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമ്പന്നമായ സാംസ്കാരിക സംസ്ഥാനമാണ്. ചായത്തോട്ടങ്ങൾ, പച്ചപ്പാർന്ന വയലുകൾ, നീണ്ട നദീതടങ്ങൾ ഇവയാണ് ഇവിടെ കാണുന്ന പ്രധാന കാഴ്ചകൾ. അങ്ങനെ നാഷണൽ ഹൈവേ 27 കൂടെയുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടർന്നു. കാര്യം, നമ്മൾ യാത്ര ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൂടെ ആണെങ്കിൽ പോലും നമുക്ക് പല സ്ഥലത്തും ഈ ഹൈവേസിൽ ബസ്സുകൾ നിർത്തി ആൾക്കാരെ കയറ്റുന്നതും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ കാര്യങ്ങളെല്ലാം ഈ ഹൈവേയുടെ നടുക്ക് കൊണ്ടിട്ട് ആൾക്കാരെ കയറ്റുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം അവിടെയുള്ള ആളുകളുടെ ഡിസിപ്ലിൻ ഇല്ലായ്മയെ മനസ്സിലാക്കാൻ സാധിക്കും. ഹൈവേയിൽ കയറിയ ഉടനെ തന്നെ ദീർഘമായ റോഡ് സ്ട്രെച്ചുകൾ, ഗ്രാമപ്രദേശങ്ങൾ, ഇടയ്ക്ക് ചെറിയ മാർക്കറ്റുകൾ എല്ലാം കടന്ന് യാത്ര മുന്നോട്ടേക്ക് പോകുന്നു. ബാംഗ്ലൂരിൽ നിന്നും നേരെ ആസാമിലെത്തി. നമ്മുടെ വണ്ടി റെന്റിനെടുക്കാൻ പോയത് കാരണം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് യാത്രാ മധ്യേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. റോഡ് സൈഡിൽ ഒരു പ്രാദേശിക ബ്രേക്ക്ഫാസ്റ്റ്. ഈ യാത്രകളിലെ ഏറ്റവും യഥാർത്ഥ അനുഭവങ്ങൾ ഇത്തരം ചെറിയ സ്റ്റോപ്പുകളിലാണ് കിട്ടുന്നത്. അങ്ങനെ വീണ്ടും യാത്ര തുടരുന്നു, ആസാമിൻ്റെ ഹൈവേകൾ പിന്നിട്ട്. അങ്ങനെ റോഡ് പയ്യെ ഒരു കയറ്റം കയറി വളഞ്ഞും തിരിഞ്ഞും മേഘാലയയിലേക്കുള്ള റോഡിലേക്ക് കയറി തുടങ്ങി.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഷില്ലോങ്ങിലേക്കുള്ള ഒരു റൂട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഷില്ലോങ് എന്നുള്ള ആ ഒരു ബോർഡ് കാണുമ്പോൾ മനസ്സിനുള്ളിൽ പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. സത്യത്തിൽ ഷില്ലോങ് എന്നുള്ള ഒരു സ്ഥലം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ 7 ദിവസത്തെ യാത്രയിലെ അവസാന ദിവസങ്ങളിലാണ്. കാരണം ഞാൻ സ്വയം ഉണ്ടാക്കിയ ഒരു ഐറ്റ്നറി ആയതുകൊണ്ട് തന്നെ ആദ്യമേ നോങ് ജ്രോങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും ഷില്ലോങ് വഴി തന്നെ നമുക്ക് അവിടേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ പയ്യെ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു ആസാം മേഘാലയ ബോർഡറിലേക്ക് എത്തുന്നത്, ഒരു ടോൾ പ്ലാസയിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ എത്തിയപ്പോഴത്തേക്കിനും നമ്മളെ ആ ഒരു മേഘാലയ ബോർഡർ വെൽക്കം ചെയ്യുന്നത് അടിപൊളി ഒരു മഴ കൊണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ മേഘാലയ എന്ന് പറയുന്നത് തന്നെ മഴമേഘങ്ങളും മഴയും ഒക്കെ കൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ അവിടെ തൊട്ട് ഒരു മഴ കിട്ടിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു. അവസാനം ടോൾ ഗേറ്റ് കടക്കുമ്പോൾ നമ്മൾ ആസാമിൻ്റെയും മേഘാലയയുടെയും അതിർത്തി കടക്കുകയാണ്. അങ്ങനെ കടന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മഴ തുടങ്ങിയപ്പോൾ തന്നെ വണ്ടി സൈഡാക്കി റെയിൻകോട്ടും കാര്യങ്ങളും ഇടാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ പെയ്ത ആ ഒരു മഴയുടെ തീവ്രത കുറയുവാനായി കാത്ത് ടോൾ പ്ലാസയിലെ കാഴ്ചകളും അവിടെ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് റെയിൻകോട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് ഞങ്ങൾ റെഡിയായി അവിടെ തന്നെ നിന്നു. പോവാം. തോരാ മഴ ദൂരെ ചിറകടി കേൾക്കാമലമേലേ ഇടനെഞ്ചിൽ തൊടികൊട്ടും പാട്ടിൻ പദതാളം. തോരാ മഴ ദൂരെ ചിറകടി കേൾക്കാമലമേലേ ഇടനെഞ്ചിൽ തുടികൊട്ടും പാട്ടിൻ പദതാളം. ദൂരെ അകമെരിയും മോഹം തേടി ദൂരം തേടി അലയും നീയോ ഇങ്ങേ വന്നേ പോയേ. ഇനി അകലെ വെയിൽ യാത്ര അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ടേക്കൊക്കെ വന്നപ്പോഴേക്കിനും നമ്മുടെ മഴയൊക്കെ അങ്ങോട്ട് നിന്നു. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വരുമ്പോഴാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് ഇടയുണ്ടായത്. അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. യാത്രാ മധ്യേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കോഫി ബ്രേക്കുകൾ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ടേക്ക് തന്നെ തുടർന്നു. ഈ ഹൈവേ യാത്രയിലെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൈവേർഷനിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. ആസാമിൽ നിന്നും നമ്മൾ എടുത്ത ഈ ഒരു NH-27 എന്ന റോഡിലെ ഈ പ്രധാന ഡൈവേർഷൻ പോകുന്നത് നേരെ ഷില്ലോങ്ങിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷനായ മേഘാലയയിലേക്ക് ആണ്. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മേഘാലയയിലെ ഏറ്റവും ഐക്കോണിക് ലാൻഡ്സ്കേപ്പുകളിൽ ഒന്നായ ഉമിയം ലേക്കിലേക്കാണ്. ഷില്ലോങ്ങിൻ്റെ പ്രവേശന കവാടത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ തടാകം വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലാശയങ്ങളിൽ ഒന്നാണ്. ഹൈഡ്രോ പവർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി 1960കളിൽ രൂപപ്പെടുത്തിയതാണ് ഇത്. ഇവിടെ എത്തുമ്പോൾ തന്നെ അന്തരീക്ഷം മാറിത്തുടങ്ങും. തണുത്ത കാറ്റ്, മേഘങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ ഒരു ഫീൽ, അതിനൊപ്പം അപ്രതീക്ഷിതമായി കിട്ടുന്ന മഴ. ഞങ്ങൾ എത്തിയത് തന്നെ ഒരു പൂർണ്ണ മഴയിലായിരുന്നു. പക്ഷേ ആ മഴ ഈ സ്ഥലത്തെ കൂടുതൽ മനോഹരമാക്കി മാറ്റി. കറുത്ത മേഘങ്ങൾ വെള്ളത്തിന്മേൽ പതിഞ്ഞ് ഒരു സിനിമാറ്റിക് ലുക്ക് തന്നെയായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മഴ മാറിയും വീണ്ടും വരികയും ചെയ്യുന്ന ഈ കാലാവസ്ഥയാണ് മേഘാലയയുടെ പ്രത്യേകതകളിലൊന്ന്. ഉമിയം ലേക്ക് പ്രാദേശികമായി ബാരാപാനി ലേക്ക് എന്നും അറിയപ്പെടുന്നു. ബാരാപാനി എന്നത് വലിയ വെള്ളം എന്ന അർത്ഥത്തിലാണ്. ഷില്ലോങ് നഗരത്തിന് പ്രധാനമായ ജലസ്രോതസ്സും ഇതുതന്നെയാണ്. മഴയോടൊപ്പം ഈ തടാകത്തിൻ്റെ കാഴ്ചകൾക്ക് കൂടുതൽ ഡെപ്ത് കിട്ടുന്നു. ഒരു വശത്ത് പച്ചപ്പാർന്ന മലനിരകൾ, മറുവശത്ത് വിശാലമായ ശാന്തമായ ജലാശയം, ഇടയ്ക്ക് മേഘങ്ങൾ വെള്ളത്തിന്മേലൊഴുകുന്ന പോലെ. കാറ്റ് തണുത്തതും മഴ ഇടയ്ക്കിടയ്ക്ക് പതിയുന്നതും കാരണം ഇവിടെയുള്ള ഓരോ നിമിഷവും ഒരു സ്ലോ മൂവിങ് സിനിമ പോലെയാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട്? സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ മാറി മേഘാലയ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്ന് ഉറങ്ങിക്കൊണ്ട് ശരിയാവും. ഓക്കെ. അങ്ങനെ ഉമിയം ലേക്കിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഷില്ലോങ് എന്ന ഫസ്റ്റ് ഡെസ്റ്റിനേഷനെ ലക്ഷ്യമാക്കി ഞങ്ങൾ ആ പാലത്തിന് മുകളിലൂടെ മുന്നോട്ടേക്ക് യാത്ര ആരംഭിച്ചു. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ മേഘാലയയുടെ യഥാർത്ഥ മലനിരകളിലേക്ക് യാത്ര ആരംഭിക്കുന്നു. ഇതാണ് മേഘാലയ നൽകുന്ന ആദ്യ അനുഭവം. മഴ, തണുപ്പ്, മേഘങ്ങൾ, ശാന്തത എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു പ്രകൃതിദത്ത സിനിമ പോലെ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ഉമിയം ലേക്കിലെ വെള്ളം കെട്ടി നിർത്തുന്ന ഈ ഒരു ഡാമും കാര്യങ്ങളെല്ലാം. ഈ ഒരു ഡാമിൻ്റെ മുകളിൽ കൂടെയൊക്കെ തന്നെയാണ് നമ്മൾ യാത്ര ഷില്ലോങ്ങിലേക്ക് പോകുന്നതും. നിങ്ങളും മേഘാലയയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതുപോലെ പ്രീ മൺസൂൺ ജൂൺ പകുതി ഒരു ടൈമിലൊക്കെ പ്ലാൻ ചെയ്താൽ വളരെയധികം നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഔദ്യോഗികമായി മേഘാലയയിലേക്ക് അല്ലെങ്കിൽ ഷില്ലോങ്ങിലേക്ക് പ്രവേശിക്കുന്നു. അബൌഡ് ഓഫ് ക്ലൗഡ്സ് എന്ന പേരിന് അർത്ഥം കിട്ടുന്ന നിമിഷം തന്നെ ഇതാണ്. ഇനി മുന്നിലുള്ളത് മേഘാലയയുടെ റോഡുകളും മലനിരകളും മഴയും മൂടിയ കാഴ്ചകളുമാണ്. മേഘാലയയുടെ തലസ്ഥാന നഗരിയായ ഷില്ലോങ് വളരെയധികം ക്രൗഡഡായിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇവിടെ ഒരുപാട് ബിൽഡിങ്സ് ചെറിയൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും അത്യാവശ്യം നല്ലതിൽ പോപ്പുലേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും തന്നെ
ഇതുപോലെ ട്രാഫിക്കും കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഷില്ലോങ് മേഘാലയയുടെ തലസ്ഥാനം, സ്കോട്ട്ലൻഡ് ഓഫ് ദ ഈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹിൽ സ്റ്റേഷൻ സിറ്റിയാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഈ നഗരം ഇപ്പോഴും അതിൻ്റെ കൊളോണിയൽ ആർക്കിടെക്ചറും ഹിൽ ടൗൺ ഫീലും നിലനിർത്തുന്നു. നഗരത്തിലേക്ക് കടന്നതോടെ ക്ലൈമറ്റ് കൂടുതൽ തണുപ്പായി മാറുന്നു. മഴ കൂടെ ഉണ്ടെങ്കിൽ ഷില്ലോങ്ങിൻ്റെ വൈബ് പൂർണ്ണമായും മാറും. വഴിയിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ തന്നെ ഷില്ലോങ്ങിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ചെറിയ കഫേകൾ, ഹിൽ സൈഡ് വീടുകൾ, മഴയിൽ മൂടിയ സ്ട്രീറ്റ്സ്, ഇടയ്ക്കിടെ മേഘങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്ന സ്കൈലൈൻ. ചില സമയങ്ങളിൽ സിറ്റി മുഴുവൻ മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കും. പിന്നെ വീണ്ടും തുറന്ന് കാഴ്ചകൾ തെളിയും. ഇത് തന്നെയാണ് ഷില്ലോങ്ങിൻ്റെ ഏറ്റവും ഐക്കോണിക് വിഷ്വൽ. ഇതിനിടെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. റോഡ് സൈഡിൽ ഒരു ചായയും മാഗിയും. ഈ ഹിൽ സ്റ്റേഷനുകളിലെ ഏറ്റവും ലളിതമായ ഭക്ഷണം പോലും ഈ ക്ലൈമറ്റിൽ ഒരു മികച്ച അനുഭവമായി മാറും. മഴയും തണുപ്പും കൂടുമ്പോൾ ചായയും മാഗിയും തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ് കോമ്പിനേഷൻ. വീണ്ടും യാത്ര തുടരുമ്പോൾ ഷില്ലോങ് നഗരം കൂടുതൽ അടുത്ത് അനുഭവപ്പെടുന്നു. ഇതൊരു സാധാരണ സിറ്റി എൻട്രി അല്ല, മേഘങ്ങളും മലകളും ചേർന്ന് ജീവിക്കുന്ന ഒരു ഹിൽ ക്യാപിറ്റലിലേക്കുള്ള പ്രവേശനമാണ്. അങ്ങനെ ആ ഒരു ഷില്ലോങ്ങിലെ ആ ഒരു ക്രൗഡഡ് സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഡെസ്റ്റിനേഷനായ നോൺജ്രോങ്ങിലേക്കുള്ള ഒരു റൂട്ടിലേക്ക് നമ്മൾ കയറുമ്പോഴാണ് ശരിക്കും എന്തുകൊണ്ടാണ് ദ സ്കോട്ട്ലൻഡ് ഓഫ് ഈസ്റ്റ് എന്ന് ഷില്ലോങ്ങിനെ വിളിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ് ആണ് നമുക്ക് പിന്നെ അങ്ങോട്ട് കാണാനായിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ ആ ഒരു അവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും പ്രധാനമായ ഉപജീവന മാർഗമാണ് ഫാമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചറും കാര്യങ്ങളും എല്ലാം. അപ്പം പ്രകൃതിയെ എത്രത്തോളം യൂസ്ഫുൾ ആക്കാമോ, എത്രത്തോളം ഭംഗിയിൽ നിർത്താമോ അങ്ങനെ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ് അവിടെയുള്ള മനുഷ്യർ. ഇതുപോലെയുള്ള ക്യാബേജ് തോട്ടങ്ങളും അവിടെയെല്ലാം ഇതുപോലെ പശുക്കളെ കൊണ്ടൊന്ന് മേയ്ക്കാൻ വരുന്ന ക്യാറ്റൽ ഫാമിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ട് ആ വഴിയരികിൽ കുറേ നേരം ഞങ്ങൾ നിന്നുപോയി. കാരണം അത്രയധികം ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ കാഴ്ചകളെല്ലാം. ഷില്ലോങ് നഗരത്തിൽ നിന്ന് ഇനി നമ്മൾ യാത്ര തുടരുന്നത് ഈ ട്രിപ്പിലെ ആദ്യ പ്രധാന ലക്ഷ്യസ്ഥാനമായ നോങ്ജ്രോങ്ങിലേക്കാണ്. സാധാരണയായി മേഘാലയയിൽ എത്തുന്ന പല യാത്രക്കാരും ആദ്യ ദിവസങ്ങൾ ഷില്ലോങ്ങിൽ ചിലവഴിക്കാറുണ്ട്. എന്നാൽ ഞങ്ങളൊരു വ്യത്യസ്ത പ്ലാനാണ് തിരഞ്ഞെടുത്തത്. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾക്ക് ഓരോ പ്രത്യേകത ഉള്ളതുപോലെ തന്നെയാണ് ഒരു ബൈക്കർ എന്ന നിലയിൽ ഈ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളെന്ന് പറയുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ മേഘാലയ യാത്രയിൽ 7 ദിവസങ്ങളിൽ 8 ദിവസം യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ട് ഏതായിരുന്നു ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ആദ്യമേ ഓടിയെത്തുന്നത് ഈ ഒരു റൂട്ടായിരുന്നു. കാരണം നോൺജ്രോങ്ങിലേക്ക് പോകുന്ന ഈ ഒരു റൂട്ടെന്ന് പറയുന്നത് കാരണം അത്രയധികം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലാൻഡ്സ്കേപ്പും മേഘങ്ങളിങ്ങനെ നമ്മുടെ റോഡിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ പോകുന്നതും ഇടയ്ക്ക് മഞ്ഞ് കയറി വന്ന് മൂടി ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്നതുമൊക്കെ
വല്ലാത്തൊരു അത്ഭുത കാഴ്ചകൾ തന്നെയായിരുന്നു. കാരണം ആദ്യമേയൊക്കെ കുറേയൊക്കെ കോടമഞ്ഞും കാര്യങ്ങളാണെന്ന് ഓർത്തപ്പോഴാണ് പിന്നീടാണ് മനസ്സിലായത് ഈ വരുന്നതും പോകുന്നതും എല്ലാം മേഘങ്ങളാണെന്നുള്ള കാര്യം. കാരണം അത്രയധികം തണുപ്പും കാര്യങ്ങളുമാണ് ഈ ഒരു മഴ മേഘങ്ങൾക്കെല്ലാം ഉള്ളത്. ട്രിപ്പിൻ്റെ അവസാന ദിവസങ്ങളിലാണ് ഷില്ലോങ് വിശദമായി കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നഗരത്തെ പിന്നിലാക്കി നേരെ മേഘാലയയുടെ ഉൾപ്രദേശങ്ങളിലേക്കാണ് യാത്ര. ഷില്ലോങ് വിട്ട് മുന്നോട്ട് പോകുമ്പോൾ നഗരത്തിൻ്റെ തിരക്കും വാഹനങ്ങളും പതിയെ കുറഞ്ഞ് തുടങ്ങുന്നു. അതിനൊപ്പം കാഴ്ചകളും മാറുന്നു. What's your name? കാശുണ്ട്. മണി നോ മണി only love. മേഘാലയയിലെ റോഡ് യാത്രകളുടെ ഏറ്റവും വലിയ ആകർഷണം ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രമല്ല, അവിടേക്കുള്ള വഴികൾ കൂടിയാണ്. ഓരോ വളവും പിന്നിടുമ്പോൾ പുതിയൊരു കാഴ്ചയാണ് തുറന്നു വരുന്നത്. ചിലയിടങ്ങളിൽ താഴ്വരകൾ, ചിലയിടങ്ങളിൽ പൈൻ മരങ്ങൾ, മറ്റു ചിലയിടങ്ങളിൽ മേഘങ്ങൾ മുഴുവൻ കാഴ്ചകളും മറയ്ക്കുന്ന അവസ്ഥ. കൂടുതലും ഉൾപ്രദേശങ്ങളിൽ കൂടെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവിതം എങ്ങനെയാണ്, അവിടെയുള്ള മനുഷ്യരെയും എല്ലാം അടുത്തറിയാനും കാണാനും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഈ ഒരു യാത്രയിലൂടെ സാധിച്ചു. ഓ മോനെ, ഇതാണല്ലോ റൂട്ട് കാണിക്കുന്നത്. ആ ഇത് ഇങ്ങോട്ട് തന്നെയാണോ? ഓ ഇങ്ങനെ. എന്തൊക്കെ റൂട്ടല്ലേ. എനിക്കറിയാൻ മേല. തോണ്ട് റൂട്ട് കണ്ടു. ആ ഹിമാലയനുണ്ടല്ലോ, പിന്നെന്താ പേടിക്കാനാ. ഞാൻ ചാടി ഇറങ്ങാൻ പറയുമ്പോൾ ചാടി ഇറങ്ങുക, അത്രേ ഉള്ളൂ. ഇത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. യാത്ര മുന്നോട്ട് പോകുമ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് പോലും ചില ഭാഗങ്ങളിൽ കുറയാൻ തുടങ്ങും. നഗരങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന തോന്നൽ കൂടുതൽ ശക്തമാകുന്നു. ഇതുതന്നെയാണ് ഞങ്ങൾ തേടിയിരുന്ന അനുഭവവും. തിരക്കുകളിൽ നിന്നു മാറി പ്രകൃതിയോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്ര. നോഞ്ച്രോങ് എന്ന പേര് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മേഘാലയ യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യോദയ സമയത്ത് മേഘങ്ങൾ താഴ്വരകളെ മൂടുന്ന കാഴ്ചയാണ് ഈ പ്രദേശത്തെ പ്രത്യേകമാക്കുന്നത്.
അതുകൊണ്ട് തന്നെ നിരവധി ട്രാവലർമാർ ഈ മേഘാലയയിലെ ഏറ്റവും മനോഹരമായ സൺറൈസ് വ്യൂ പോയിൻറ്റ്സിലൊന്നായി നോങ്ജ്രോങ്ങിനെ കണക്കാക്കുന്നു. നമ്മളിപ്പോഴീ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡിൽ നിന്നുമൊക്കെ ഏകദേശം ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ നമ്മുടെ നോങ്ജ്രോങ് വ്യൂ പോയിൻ്റ്. അല്ലെങ്കിൽ നമ്മൾ വ്യൂ പോയിൻറ്റിനടുത്ത് തന്നെയാണ് നമ്മളൊരു സ്റ്റേ പ്രീ ബുക്ക് ചെയ്തത്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു വളരെയധികം ഭീകരമായ ഒരു കാട്ടിക്കൂടെയാണ് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കടകൾ കാര്യങ്ങളൊന്നുമില്ല, ദൂരെ വലിയ മലകളും ചുറ്റും കാടും മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഒരു വന്യമൃഗങ്ങളും ഇല്ലെന്നുള്ളതാണ്. കാരണം ഇത്രയും മഴയും കാര്യങ്ങളും ലഭിക്കുന്ന ഈ ഒരു സ്ഥലത്ത് കാടുകളിൽ മൃഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതിന് പ്രധാനമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിന് കുറച്ച് ക്ഷാമവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്ക് അവിടെ വസിക്കാനായിട്ട് കുറച്ച് പ്രശ്നമായതുകൊണ്ട് തന്നെ ഒരു വന്യമൃഗങ്ങളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. വൈകുന്നേരം അടുക്കുമ്പോൾ കാലാവസ്ഥ വീണ്ടും മാറി തുടങ്ങുന്നു. മലകൾക്ക് മുകളിൽ മേഘങ്ങൾ കട്ടിയാകുന്നു. താഴ്വരകളിലേക്ക് മൂടൽമഞ്ഞ് ഇറങ്ങിത്തുടങ്ങുന്നു. ഇപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്തോട് കൂടുതൽ അടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ നോങ്ജ്രോങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. ആ ഒരു വലിയ മലയുടെ മുകളിലേക്ക് വലിയ ഒരു മഴമേഘം വന്ന് മൂടിയിരിക്കുകയാണ്. നമുക്ക് ലിറ്ററലി അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കാണാൻ പോലും സാധിക്കില്ല. ഈ ക്യാമറയുടെ നൈറ്റ് വിഷൻ മോഡ് കൊണ്ട് മാത്രമാണ് ഇത്രയൊരു വിസിബിലിറ്റി ഈ വീഡിയോയിലുള്ളത്. അല്ലെങ്കിൽ ലിറ്ററലി നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കാണാൻ സാധിക്കില്ല. ഈവൻ ആ ഒരു വണ്ടിയുടെ വെട്ടം പോലും നമുക്ക് ആ ഒരു ക്ലൗഡ്സിൽ അടിച്ചിട്ട് ആ വെട്ടം കംപ്ലീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയായിട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടെ വിസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതെന്തായാലും ലൈഫിലെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയധികം നമ്മുടെ കോട മൂടുന്നതും മഞ്ഞ് മൂടുന്നതൊക്കെ നമ്മളിപ്പോൾ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആകാശം ഒരു മേഘം വന്നിട്ട് ഇങ്ങനെ മൊത്തത്തിലൊരു മലയെ അങ്ങ് എടുക്കുന്നതും ആ ഒരു ഡെപ്ത് പോലും നമുക്ക് മനസ്സിലാവും. ആ ഒരു ഡെൻസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കാരണം അവിടെ ഓക്സിജനും കാര്യങ്ങളും അത്രയും ഫ്രഷ് എയറാണ് നമുക്കവിടെ ശ്വസിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അത്രയധികം ഹെൽത്തി. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റൽസ് പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം അവിടെ ഉള്ളവർ കൂടുതലും കൃഷി ചെയ്യുന്നവരും ഒക്കെയാണ്. അതുപോലെ അവിടുത്തെ ഒരു ശുദ്ധമായ പ്രകൃതിയിൽ നിന്നുള്ള ശുദ്ധമായ വായു കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവിടെ വെള്ളത്തിന് മാത്രമാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. കുടിവെള്ളത്തിനും കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള വെള്ളത്തിന് മാത്രം ഇത്രയും മഴ കിട്ടുന്നിടത്ത് പ്രശ്നമാണ്. നോങ്ജ്രോങ് എന്ന സ്ഥലത്തെപ്പറ്റി ഞാൻ അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ട് തപ്പി അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സ്ഥലം കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ മോർണിംഗിലുള്ള ഒരു ക്ലൗഡ് ബഡ് സൺറൈസ് വ്യൂ പോയിൻ്റ് ഏറ്റവും ബെസ്റ്റ് മേഘാലയയിൽ ഇതാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പിന്നെ ഞാൻ ChatGPTക്ക് ഈ സ്ഥലത്തിനെ പറ്റി ഇട്ട് കൊടുത്തപ്പോഴാണ് ഈ വ്യൂ പോയിൻ്റ് അടുത്തുള്ളൊരു ഹോം സ്റ്റേയും കാര്യങ്ങളും അതിൻ്റെ കോൺടാക്ട് നമ്പറെല്ലാം എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ ഭാഷ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ ഉള്ള ആർക്കും അറിയില്ല. അതുകൊണ്ട് ഭാഷയും കാര്യങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമാണ്. നമുക്ക് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അത്ര കോപ്പറേറ്റീവ് അല്ല അവിടെയുള്ള ആളുകൾ. കാരണം നമ്മളെ എന്തൊരു മിസ്റ്റീരിയസ് പേഴ്സണെ പോലെയാണ് ഈ ഒരു ട്രാവലേഴ്സിനെയൊക്കെ അവർ കാണുന്നതൊക്കെ.
മറ്റൊരു സ്ഥലത്ത് പോകുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടില്ല. അത്രയധികം ഫെസിലിറ്റീസും കിട്ടില്ല. അപ്പോൾ നമുക്കുള്ള ഫെസിലിറ്റീസിലൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടം വരെ ഉള്ളല്ലോ. ഇതിലേതോ ആണെന്ന് തോന്നുന്നു. വിളിച്ചു ചോദിക്കുന്നു. ബൈക്ക് വെയർ ബൈക്ക് പാർക്കിംഗ്. പാർക്ക്. Where? Okay. This is a room, eh? Yes. Do you have any attached bathroom room? We No. don't have. No. All occupied. Before you book, it's All occupied, huh? So where is the bathroom? this one. This one? Yes. Okay. Yeah, അത് ഒന്നുള്ളല്ലോ. ബാത്റൂം തുറന്നു നോക്കിയേ. സൈറ്റ് ഒരു രക്ഷയില്ല എൻ്റെ അമ്മ. ഇതാണല്ലേ? ഓക്കെ. ഇവിടത്തൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയുടെ. ബക്കറ്റും ഇല്ലെങ്കിൽ കുളിക്കും. ചോദിക്കാം, തരുമായിരിക്കും. കൊള്ളാം. എന്തായാലും സ്ഥലം എന്തായാലും പൊളിച്ചു. അങ്ങനെ അന്നേ ദിവസം നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് സ്റ്റേ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നമ്മുടെ മേഘാലയയുടെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും അപ്പോഴേക്കും ബൈ.